ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് പൊട്ടാറ്റോ ചീസ് ബോളായിട്ടാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ വലിയ 2 പൊട്ടാറ്റോ എടുത്തിട്ടുണ്ട്. അത് ഇഡലിത്തട്ടി വെച്ചിട്ട് ആവി കയറ്റിയതാണ്, ഒട്ടും വെള്ളം തന്നെ ഇല്ലാണ്ട് തൊലിയോട് കൂടി ആവി കയറ്റിയിട്ട്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ഉപ്പാണ്. പിന്നെ നമുക്ക് ചാറ്റ് മസാല വേണം. 1.5 ടേബിൾ സ്പൂൺ ചാറ്റ് മസാല എടുത്തിട്ടുണ്ട്. ഒരു 2 വലിയ ഒനിയൻ ചെറുതായിട്ട് നന്നായിട്ട് കനം കുറച്ചരിഞ്ഞത്. പിന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, പിന്നെ 1 കൈപ്പിടി മല്ലിയില, അതും ചെറുതായിട്ട് നന്നായിട്ട് അരിഞ്ഞത്. ഇനി നമ്മൾ പൊട്ടാറ്റോയിലേക്ക് ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് കുഴച്ചെടുക്കണം. ചാറ്റ് മസാല എല്ലാതും ചേർത്തിട്ട് ഉപ്പ് വേണമെങ്കിൽ ചേർത്താൽ മതി. ചാറ്റ് മസാലയ്ക്ക് ഓൾറെഡി ഉപ്പുണ്ട്. ഇത് നമ്മളെല്ലാതും നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ചീസാണ്. ഇവിടെ മൊസല്ല ചീസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു 12 ക്യൂബ്സ് 14 ക്യൂബ്സ് ഒക്കെ നമ്മൾ എത്ര ബോളാണോ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് ചീസ് എടുക്കാം. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഓരോ ബോളുകൾ എടുത്തിട്ട് നന്നായിട്ട് ഉരുട്ടിയെടുക്കാം. നമ്മുടെ ബോളിൻ്റെ ഉള്ളിൽ വെക്കാനുള്ള കണക്കാക്കിയിട്ടാണ് ചീസിനെ കട്ട് ചെയ്തിട്ടുള്ളത്. ചെറിയ ക്യൂബായിട്ട് കട്ട് ചെയ്തു. എന്നിട്ട് നമ്മൾ ഒരു ബോളെടുത്ത് അതിൻ്റെ ഉള്ളിൽ ഈ ചീസ് വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് കയ്യിലിട്ട് നന്നായിട്ട് ഉരുട്ടിയെടുക്കാം. നമുക്ക് ചീസ് പുറത്തേക്ക് പോരാത്ത രീതിയിൽ നമ്മൾ ഉരുട്ടിയെടുക്കണം. നന്നായിട്ട് കയ്യിലിട്ടിട്ട് ഉരുട്ടിയെടുക്കണം. ഇതേപോലെ നമുക്ക് എല്ലാതും ചെയ്തെടുക്കാം. ഞാനിവിടെ എല്ലാതും അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ബ്രെഡ് പൊടിച്ചതാണ്. പിന്നെ നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മൈദ വേണം. പിന്നെ 2 ടേബിൾ സ്പൂൺ മൈദ കുറച്ച് വെള്ളം ചേർത്ത് നേരിയതായിട്ട് കലക്കിയതും വേണം. അന്ന് നമ്മൾ ഈ മൈദയുടെ പൊടിയിലിട്ടിട്ട് നമ്മൾ ഈ ബോളിന് നന്നായിട്ട് ഉരുട്ടി ബോളിൽ നന്നായിട്ട് മൈദയുടെ പൊടി ആവണം. എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുക്കാം നമുക്ക്. പിന്നെ നമ്മൾ 2 ടേബിൾ സ്പൂൺ മൈദയിൽ കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് ലൂസാക്കിയ ഒരു ബാറ്ററാണ്. അതിലേക്ക് നമ്മൾ ഈ ബോൾ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കട്ട്ലേറ്റൊക്കെ ചെയ്യണ പോലെ തന്നെ അത്യാവശ്യം ലൂസിൽ തന്നെ എടുക്കണം അത്. എന്നിട്ട് നമ്മൾ ഈ ബ്രെഡിൻ്റെ പൊടിയിലിട്ട് നന്നായിട്ട് അതിൻ്റെ മേലേക്ക് നമുക്ക് ഈ ബ്രെഡിൻ്റെ പൊടി തേച്ച് കൊടുക്കണം. നമ്മളിത് 2 കൂട്ട് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ ചൂടായ എണ്ണയിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കും. ചിലപ്പോൾ ഈ ചീസ് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉള്ള കാരണം നമ്മളിതിൻ്റെ 2 കോട്ടിങ് എന്തായാലും കൊടുക്കണം, ഇല്ലേ പൊട്ടിപ്പോരും. എന്നിട്ട് നന്നായിട്ട് ഇത് കയ്യിലിട്ട് നന്നായിട്ട് ഉരുട്ടിയെടുക്കുക. വീണ്ടും നമ്മൾ മൈദ ലൂസായിട്ടുള്ള ബാറ്ററിൽ ഇട്ടിട്ട് ഒന്നും കൂടെ ചെയ്തെടുക്കണം. പിന്നെ ഈ ബ്രെഡ് പൊടിച്ചതിലിട്ടിട്ട് നന്നായിട്ട് നമുക്കിത് ഈ പൊടി അതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമുക്ക് എല്ലാതും അങ്ങനെ ചെയ്തെടുക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കയ്യിലിട്ടിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഉരുട്ടണം കേട്ടോ. ഇതേപോലെ നന്നായിട്ട് ഉരുട്ടിയെടുക്കുക. ഇതേപോലെ ഞാൻ എല്ലാതും ചെയ്തെടുക്കുന്നുണ്ട്. ഇതേപോലെ ഞാൻ എല്ലാതും ഇത് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് നമ്മൾ ആ ബ്രെഡിൻ്റെ പൊടി ആയതിനു ശേഷം നന്നായിട്ട് ഒന്നും കൂടെ കയ്യിലിട്ട് ഉരുട്ടിയെടുക്കണം കേട്ടോ. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി വെച്ച് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കതൊരു മുങ്ങി കിടക്കാനുള്ള ഓയിൽ നമ്മൾക്ക് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അത് നന്നായിട്ട് ചൂടാവട്ടെ. ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഇത് ഓരോന്നും ഇട്ട് കൊടുക്കാം. ഒന്ന് കുറച്ച് ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. കുറേശ്ശെ എണ്ണ ഇതിൻ്റെ മേലേക്ക് ഇങ്ങനെ നമുക്ക് തൂവി കൊടുക്കാം. ഒരു സ്പൂണ് വെച്ചിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എല്ലായിടത്തേക്കും നന്നായിട്ട് എണ്ണ എത്തിക്കോളും. ഇതിൻ്റെ കോമ്പിനേഷനായിട്ട് നമ്മളൊരു ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു തക്കാളി, 2 അല്ലി വെളുത്തുള്ളി, ഒരു പച്ചമുളക്, കുറച്ച് മല്ലിയിലയും വെച്ചിട്ട് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുത്തത്. അതും ഇതിന് നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് നമ്മളിപ്പോൾ എണ്ണയിൽ നിന്ന് ഇതെല്ലാം കോരി മാറ്റിയിട്ടുണ്ട്.
ഇത് നമ്മളെല്ലാതും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടമാവും. ഇത് ഞാൻ ഒന്നിപ്പോൾ പൊട്ടിച്ച് കാണിക്കാം. ഇതിൻ്റെ ഉള്ളക്കായാലും നല്ല സോഫ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് അഭിപ്രായം പറയണം. നല്ല യമ്മിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.